السماء هل يا هلال لنا هنا لتعم خيرا في الدنا لتعم خيرا في الدنا. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم من صام رمضان إيمانا واحتسابا رجع كيوم ولدته أمه. صدق رسول الله صلى الله عليه وسلم. فدواء قلب خمسة فتلاوى بتدبر المعنى وللبطن الخلا وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. ബഹുമാനമുള്ള സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി മാസങ്ങളുടെ നേതാവായ വിശുദ്ധ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകളിലൊന്നായ പരിശുദ്ധ നോമ്പെടുത്ത് അള്ളാഹുവിലേക്കടുക്കാൻ നമുക്ക് തൗഫീഖ് ലഭിക്കുകയും ചെയ്തു. അള്ളാഹു ഈ വിശുദ്ധ മാസത്തെ എല്ലാ അർത്ഥത്തിലും ആരാധനകൾ കൊണ്ട് ധന്യമാക്കി ഇബാദത്ത് വർദ്ധിപ്പിച്ച് സ്വർഗം നേടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൻ്റെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോകാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം മതത്തിൻ്റെ പഞ്ചസ്തംഭങ്ങളായി വെച്ച 5 കാര്യങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് റമളാൻ മാസത്തിലെ വ്രതവും അനുബന്ധ സൽക്കർമ്മങ്ങളും. ഇബാദത്തുകൾക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. പൊതുവിൽ എല്ലാ ആരാധനാകർമ്മങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തഅബ്ബുദി അഥവാ അള്ളാഹു നമ്മുടെ യജമാനനാണ്, നമ്മളവൻ്റെ അടിമകളും. യജമാനൻ എന്തു പറഞ്ഞോ അത് അതേപടി അടിമ എന്ന നിലക്ക് ചെയ്യുക, വേറെ ഒന്നും ആലോചിക്കുന്നില്ല. അതാണ് ഇബാദത്തുകളുടെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഉടമ പറഞ്ഞത് അടിമ ചെയ്യുക, അച്ചടക്കമുള്ളവനായി. അള്ളാഹു എന്ത് കൽപ്പിച്ചുവോ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു മനസ്സില്ലാതെ റബ്ബിന്റെ കൽപ്പന ശിരസാവഹിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടുകൂടി
ഇബാദത്ത് ചെയ്യുന്നതിനാണ് തഅബ്ബുദി എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം ഇബാദത്തുകൾക്ക് വലിയ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ വേറെ ഉണ്ടാകും. ആ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിനോട് നമുക്ക് കൂടുതൽ താല്പര്യവും ഹൃദയബന്ധവും ഉണ്ടാകും എന്നത് സ്വാഭാവികം മാത്രമാണ്. അല്ലാഹു തആല ഒരു ഇബാദത്ത് നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ടാവാം. ചിലത് നമുക്ക് ബോധ്യം വന്നതാവും, ചിലത് നമുക്ക് ബോധ്യം വരാത്തതും ആവും. ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഗുണം അല്ലാത്ത ഒന്നും നമ്മുടെ സ്രഷ്ടാവായ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു ഉണ്ടാവുകയില്ല. നമുക്ക് നിശ്ചയിച്ചു തന്ന എല്ലാം നമുക്ക് ഉപകാരമുള്ളതും നമുക്ക് ഗുണമുള്ളതും മാത്രമായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് താങ്ങാനാകാത്ത എന്തെങ്കിലും ഒന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയുമില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു ശരീരത്തോടും അതിന് താങ്ങാൻ കഴിയുന്നതല്ലാത്തത് അല്ലാഹു തആല കീർത്തിക്കുകയില്ല, കൽപ്പിക്കുകയില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഇബാദത്തുകളെ അല്ലാഹ് കൽപ്പിച്ചതുപോലെ ചെയ്യുക. ഇതാണ് ഓരോ ഇബാദത്തിന്റെയും കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആമുഖമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതെന്തിനാണ് അങ്ങനെ, അതെന്തിനാണ് ഇങ്ങനെ, ഇതൊന്നും ആലോചിക്കാനും ചിന്തിക്കാനും അടിമത്വബോധമുള്ള, യജമാനനോട് വിധേയത്വമുള്ള ഒരു വിശ്വാസി ആ നിലക്ക് ചിന്തിക്കുകയില്ല. അള്ളാഹു കൽപ്പിച്ചത് അതുപോലെ ചെയ്യുക. അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനയുടെ പിന്നിലുമുള്ള രഹസ്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. വലിയ രഹസ്യങ്ങൾ ഉണ്ടാകാം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് അതിൽ ഒരു ചെറിയ കർമ്മമുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ വലത് കയ്യിൻ്റെ ചൂണ്ടുവിരൽ ഒരൽപ്പം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ആ വിരലിലേക്ക് നോക്കണം എന്നതാണ് നമ്മൾ ചെയ്തു വരുന്ന ഒരു കർമ്മമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാരമാണെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ രഹസ്യമുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇടത് കൈയിൻ്റെ വിരലുകൾ നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് മുട്ടുംകാലിൻ്റെ താഴോട്ട് തൂങ്ങാതെ മുട്ടുംകാലിൻ്റെ തലഭാഗത്ത് വിരലിൻ്റെ തല എത്തും വിധമാണ് കൈ വെക്കേണ്ടത്. 5 വിരലുകളും ചേർത്ത് വെച്ച് പരത്തി വെക്കുക. വലത് കൈയിൻ്റെ 3 വിരലുകൾ, ചെറുവിരൽ, അണിവിരൽ, നടുവിരൽ, ഇത് കൂട്ടിപ്പിടിക്കുക. ചൂണ്ടുവിരലും പെരുവിരലും അയച്ചിടുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ പെരുവിരലിൻ്റെ തല ചൂണ്ടുവിരലിൻ്റെ മുരട് സ്പർശിച്ചുകൊണ്ട് അമിതമായി ഉയർത്താതെ ഒരൽപ്പം ഉയർത്തി നമ്മൾ ആ വിരലിലേക്ക് നോക്കുക എന്നതാണ് ആ കർമ്മത്തിന്റെ രീതി. ഇതിലൂടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അഥവാ അല്ലാഹു മാത്രമേ ആരാധനക്കർഹനായുള്ളൂ എന്ന തൗഹീദ്, ഏകദൈവ വിശ്വാസം, അത് നമ്മുടെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മൾ ഈ വിരല് ഉയർത്തി അത് നമ്മുടെ കർമ്മത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അള്ളാഹു ഒരുവനാണ്. ആ ഏകത്വം നാവ് കൊണ്ട് പറയുകയും വിരലുകൊണ്ട് അത് സൂചിപ്പിക്കുകയും ചെയ്യും. എന്നാൽ എന്തുകൊണ്ടാണ് ആ സൂചിപ്പിക്കാൻ ഈ ചൂണ്ടുവിരൽ തന്നെ ഉപയോഗിച്ചത്? അതിനേക്കാൾ വലിപ്പമുള്ള നടുവിരലിപ്പുറത്തില്ലേ? വണ്ണം കൂടുതലുള്ള പെരുവിരലില്ലേ? എന്തുകൊണ്ട് ആ വിരലൊന്നും എടുക്കാതെ ചൂണ്ടുവിരലെടുത്തു? അവിടെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ചൂണ്ടുവിരലിൽ നിന്ന് അവന്റെ ഹൃദയത്തിലേക്ക് ഒരു കണക്ഷനുണ്ട്. മനസ്സ് തൊട്ട് നമ്മളൊരു വിഷയം പറയുകയാണെങ്കിൽ അറിയാതെ ഈ വിരൽ പൊങ്ങും. സാധാരണ നമ്മളൊക്കെ ഒരാളെ ഭീഷണിപ്പെടുത്തുകയാണ്,
അല്ലെങ്കിൽ ആണയിട്ടൊരാശയം പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? നിന്നെ ഞാൻ വിടൂല, അങ്ങനെയല്ലേ പറയാ? അതേസമയത്ത് നിന്നെ ഞാൻ കാണിച്ചു തരാൻ ആരെങ്കിലും ചെറുവിരൽ ഉയർത്തി പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ തന്നെ ആ വാക്കിന് ആരെങ്കിലും വില കൽപ്പിക്കും? ഇല്ല. അപ്പം മനസ്സ് തട്ടി നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോൾ ഉയരാറുള്ളത് ചൂണ്ടുവിരലാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് മനസ്സാ വാച കർമ്മണ അള്ളാഹു ഏകനാണ് എന്ന് പ്രകടിപ്പിക്കാൻ. അപ്പൊ ഇത്രയും നിസ്സാരമായ ഒരു പ്രവർത്തനത്തിന്റെ പിന്നിൽ വരെ ഇത്ര വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ ഓരോ നിയമങ്ങളും യുക്തിഭദ്രമാണ്. അതിന്റെ പിന്നിൽ അള്ളാഹുവിന് കൃത്യമായ അജണ്ടകളുണ്ട്. അതിനാൽ അത് നമുക്കറിയുമെങ്കിലും അറിയില്ലെങ്കിലും നമ്മൾ അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലക്ക് ഇബാദത്തിന്റെ വിഷയത്തിൽ അള്ളാഹു എന്തു പറഞ്ഞോ അതുപോലെ മുന്നും പിന്നും നോക്കാതെ, തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെ, എന്തുകൊണ്ട് എന്ന് ചോദ്യം ചെയ്യാതെ അത് അംഗീകരിച്ച് അച്ചടക്കമുള്ള അടിമയായി മുന്നോട്ടു പോകുക എന്നതാണ് കർമ്മശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആമുഖമായി നമ്മൾ അറിയേണ്ടത്. നോമ്പ് എന്നത് ഇസ്ലാമിന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. നോമ്പെടുക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പ് പൊതുവിൽ അത് റമളാനിൽ നിന്നോ അല്ലാത്ത സമയത്തെന്നോ വ്യത്യാസമില്ലാതെ നോമ്പ് നോൽക്കണമെങ്കിൽ 4 നിബന്ധനകൾ മേളിച്ചിരിക്കണം. അപ്പോഴേ നോമ്പെടുക്കാൻ പാടുള്ളൂ. ഒന്നാമത്തേത് അൽ ഇസ്ലാം, മുസ്ലിം ആവുക, ഇസ്ലാം ഉണ്ടാവണം. മുസ്ലിമായ ഒരാളിൽ നിന്നുള്ള നോമ്പേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ആരോഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം അല്ലാത്ത ആളുകൾ ഇപ്പൊ നോമ്പെടുക്കാറുണ്ട്. അത് അള്ളാഹു കബൂൽ ചെയ്യുന്ന നോമ്പല്ല. അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പിന് ഇസ്ലാം ഷർത്താണ്. രണ്ടാമത്തേത് അന്നഖാ, ശുദ്ധി ഉണ്ടാവണം. ശുദ്ധി കൊണ്ട് ഉദ്ദേശിച്ചത് ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പോകുക എന്നതല്ല. അതേ സമയത്ത് ഹൈള്, നിഫാസ് പോലെയുള്ള അശുദ്ധി ഉള്ളവരിൽ നിന്ന് നോമ്പ് സ്വീകാര്യമല്ല. അവർ പിന്നീട് ഖളാ വിട്ടാണ് വേണ്ടത്. മൂന്നാമത് അൽ അഖൽ, ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധി നഷ്ടപ്പെട്ട് ഭ്രാന്താവുകയോ അല്ലെങ്കിൽ പകലിലുടനീളം ബോധക്ഷയമായി കിടക്കുകയോ ചെയ്താൽ, സുബഹി മുതൽക്ക് തന്നെ മഗ്രിബ് വരെ ബോധം കെട്ട് കിടന്ന ഒരാൾ അങ്ങനെ സംഭവിച്ചാൽ അയാളുടെ ബുദ്ധി ഇല്ലാത്ത ആളാണ് എന്ന് ഗണിച്ച് അയാൾക്ക് നോമ്പ് ഉണ്ടാവില്ല. നാലാമത്തേത്, നോമ്പ് നോൽക്കുന്ന ദിവസം നോമ്പിന് സ്വീകാര്യയോഗ്യമായ ദിവസമായിരിക്കണം. ഉദാഹരണത്തിന് പെരുന്നാൾ ദിവസങ്ങൾ നല്ല ദിവസമല്ലേ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കട്ടെ എന്ന് കരുതിയാൽ ചെറുപെരുന്നാളിന്റെ ദിവസവും വലിയ പെരുന്നാളിന്റെ ദിവസവും നോമ്പ് സ്വഹിയാവില്ല. അതുപോലെ പെരുപെരുന്നാൾ കഴിഞ്ഞ് തുടർന്നുള്ള 3 ദിവസങ്ങൾ അയ്യാമുത്ത് തശ്രീഖ്, ഇത് നല്ല ദിവസമാണെന്ന് കരുതി നോമ്പെടുക്കാൻ പറ്റൂല. അത് നോമ്പ് നിഷിദ്ധമായ ദിവസങ്ങളാണ്. അപ്പൊ ഈ 4 നിബന്ധനകൾ ഉണ്ടെങ്കിലേ നോമ്പെടുക്കാൻ പാടുള്ളൂ. ഇനി നോമ്പിന് ആകെ 2 ഘടകങ്ങളാണുള്ളത്. നോമ്പ് എന്ന കർമ്മം രൂപപ്പെടാൻ 2 ഘടകങ്ങളാണ്, ഫർളുകളാണുള്ളത്. നിസ്കാരം സുബഹി നിസ്കരിക്കാൻ നമുക്ക് ആകെ 2 മിനിറ്റ് മതിയാവും. പക്ഷെ ആ നിസ്കാരത്തിന് ഫർള് എത്രയുണ്ട്? 14 ഉണ്ട്. നോമ്പ് ചിലപ്പം 12 മണിക്കൂർ, 13 മണിക്കൂർ, ചില സന്ദർഭത്തിൽ 14 മണിക്കൂർ, ചില നാട്ടിൽ 17 മണിക്കൂറൊക്കെ നോമ്പുണ്ടാവും. പക്ഷേ ആ നോമ്പ് അത്ര നീളമുണ്ടെങ്കിലും ഫർള് ആകെ 2 എണ്ണമാണ്. ആകെ 2 ഫർളുകളാണ് നോമ്പിനുള്ളത്. ഒന്നാമത്തെ ഫർള് നിയ്യത്ത് വെക്കുക എന്നതാണ്, നോമ്പിന്റെ നിയ്യത്താണ്. രണ്ടാമത്തെ ഫർള് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സംഭവിക്കാതെ സൂക്ഷിക്കാൻ. ഈ 2 ഘടകങ്ങൾ ഉണ്ടായാൽ നോമ്പുണ്ടായാൽ, അല്ലാതെ നോമ്പ് എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനമല്ല, നിസ്കാരം പോലെ ഒരു പ്രവൃത്തിയല്ല നോമ്പ്. നോമ്പ് ഒരു നിയ്യത്താണ്. പിന്നെ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ്, ഇതാണ് നോമ്പ്. അപ്പൊ ഈ 2 ഘടകങ്ങളാണ് ആകെ നോമ്പിനുള്ളത്. പക്ഷെ ആ ഘടകങ്ങൾ ഒരു വലിയ അച്ചടക്കമാണ്, പെരുമാറ്റച്ചട്ടമാണ്, നമ്മൾ അള്ളാഹുവിന് വിധേയപ്പെടലാണ്. ഈ 2 ഘടകങ്ങളും
കൃത്യമായി നമ്മൾ പാലിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് സ്വീകാര്യമായ നോമ്പാവുക. അതിലാദ്യത്തത് നിയ്യത്താണ്. നമ്മൾ പറഞ്ഞു, നമുക്കൊക്കെ അറിയാം, സാധാരണക്കാർ പോലും മനഃപ്പാടമാക്കിയ ഒരു ഹദീസാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏതൊരു അമലും അല്ലാഹു തആല സ്വീകരിക്കുന്നത് അവന്റെ നിയ്യത്ത് പരിഗണിച്ചുകൊണ്ടാണ്. നോമ്പും അതുപോലെ നിയ്യത്ത് നിർബന്ധമാണ്. നോമ്പിന്റെ നിയ്യത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലം യുബയ്യിത്തി സിയാമ ഫലാ സിയാമ ലഹ്. ആരെങ്കിലും ഫർള് നോമ്പിന്റെ നിയ്യത്ത് രാത്രിയിൽ തന്നെ കരുതിയില്ല എങ്കിൽ അവന് പിന്നെ നോമ്പില്ല. ഫർള് നോമ്പ്, സുന്നത്ത് നോമ്പ്, ഫർള് നിസ്കാരം, സുന്നത്ത് നിസ്കാരം, ഇതിലൊക്കെ ഫർളും സുന്നത്തും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിസ്കാരത്തിലുണ്ട് വ്യത്യാസം, നോമ്പിലുണ്ട് വ്യത്യാസം. അതിൽപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്ന്, ഫർള് നോമ്പാണെങ്കിൽ അതിൻ്റെ നിയ്യത്ത് രാത്രിയിൽ തന്നെ കരുതിയിരിക്കണം. രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഗ്രിബ് ബാങ്ക് കൊടുത്തത് മുതൽ സുബഹി ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടയിലുള്ള വിശാലമായ സമയം. ഈ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫർള് നോമ്പിന് നിയ്യത്ത് വെക്കണം. എന്നാൽ സുന്നത്ത് നോമ്പാണെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ പകല് ളുഹർ ബാങ്കിന്റെ മുമ്പായി നിയ്യത്ത് വെച്ചാൽ മതി. സുബഹി മുതൽക്കേ നോമ്പുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിയ്യത്തിനൊരളവുണ്ട്, അത് ളുഹർ ബാങ്കിന്റെ മുമ്പായിട്ട് വെച്ചാൽ മതി, സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത്. എന്നാൽ ഫർള് നോമ്പ് അത് നിർബന്ധമായും രാത്രി തന്നെ നിയ്യത്ത് വെക്കണം. ഫർള് നോമ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം റമളാനിലെ നോമ്പ് മാത്രമല്ല. ഉദാഹരണത്തിന് നമ്മൾ നേർച്ചയാക്കിയ നോമ്പ്, അത് ഫർളായി, അപ്പൊ അതിന്റെ നിയ്യത്ത് രാത്രി വെക്കണം. ഇതുപോലെ തന്നെ റമളാനിലെ ഖളാ വിട്ടുന്ന നോമ്പാണ്, അതിന്റെ നോമ്പിന്റെ നിയ്യത്ത് രാത്രി തന്നെ കരുതണം. കഫാറത്തിന്റെ നോമ്പാണ്, അത് ഫർള, അതിന്റെ നിയ്യത്തും നമ്മൾ രാത്രി തന്നെ വെക്കണം. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാത്രി ഒരാൾ നിയ്യത്ത് വെച്ചു, ആ നിയ്യത്ത് വെച്ചതിന് ശേഷം അയാൾ നോമ്പ് മുറിയുന്ന വല്ലതും ചെയ്താൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ തറാവി നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ വിത്തറിന് ശേഷം നമ്മൾ നോമ്പിന്റെ നിയ്യത്ത് കരുതി, അത് കഴിഞ്ഞു പോയി കഞ്ഞി കുടിച്ചാൽ ആ നിയ്യത്ത് നഷ്ടപ്പെട്ടു പോവോ? ഇല്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ ആ നിയ്യത്തിന് വല്ല കോട്ടവും സംഭവിക്കോ? ഇല്ല. അപ്പൊ നമ്മളെ നോമ്പിന്റെ നിയ്യത്ത് കരുതിയതിന് ശേഷം സുബഹിന്റെ മുമ്പായി നോമ്പ് മുറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു പോയി എന്ന കാരണത്താൽ നമ്മുടെ നോമ്പിന്റെ നിയ്യത്തിന് തകരാറ് പറ്റുകയില്ല, നോമ്പിന് പ്രശ്നമില്ല. അതേ സമയത്ത് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നുണ്ട്, എന്നാൽ ലൗ ഖതഅ നിയ്യത ഖബ്ലൽ ഫജ്രി, ഒരാള് സുബഹിന്റെ മുമ്പായി നിയ്യത്തിനെ മുറിച്ചാൽ, നേരത്തെ നിയ്യത്ത് ചെയ്ത ആള് സുബഹിന്റെ മുമ്പായിട്ട് കരുതുക, അല്ലെങ്കിൽ ഞാൻ നാളെ നോമ്പ് എടുക്കണില്ല, അയാൾ മാറ്റി കരുതി നാളെ നോമ്പ് എടുക്കണില്ല എന്ന് സുബഹിന്റെ മുമ്പ് കരുതിപ്പോയാൽ മഹാനവറുകൾ പറയുന്നു, ഇഹ്താജ ലിതജ്ദീദിഹാ ഖത്അ, നിർബന്ധമായും അയാൾ ആ നിയ്യത്തിനെ പുതുക്കണം. ആ നിയ്യത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടു. നോമ്പിന്റെ നിയ്യത്ത് വെച്ചത് രാത്രി തന്നെ മാറ്റിക്കരുതിയാൽ അയാൾ വീണ്ടും നിയ്യത്ത് വെക്കണം. അല്ലാതെ പകലിൽ നോമ്പ് മുറിയുന്ന കാര്യമൊന്നും സുബഹിന്റെ മുമ്പ് നിയ്യത്ത് വെച്ചതിന് ശേഷം ചെയ്തു പോയതുകൊണ്ട് അയാളുടെ നിയ്യത്തിന് തകരാറ് പറ്റുകയില്ല. ഇനി എങ്ങനെയാണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്? ഫർള് നോമ്പിന്റെ നിയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ആ നിയ്യത്ത് ഇന്ന നോമ്പാണ് എന്ന് നമ്മൾ കരുതണം. ഒന്ന് രാത്രിയിലായിരിക്കണം, രണ്ട് തഅയീന് വേണം. തഅയീന് എന്ന് പറഞ്ഞാൽ ഇന്ന നോമ്പാണെന്ന് വേർതിരിച്ച് കരുതണം. റമളാൻ നോമ്പ് ഫർള് നോമ്പാണ്, നേർച്ചയാക്കിയാൽ അത് ഫർള് നോമ്പാണ്, കഫാറത്തിൻ്റെത് ഫർള് നോമ്പാണ്. ഇങ്ങനത്തെ നോമ്പാകുമ്പം ഏത് നോമ്പാണെന്ന് വ്യക്തമാക്കണം. ഞാൻ നേർച്ചയാക്കിയ നോമ്പ് നോൽക്കുന്നു എന്ന് കരുതണം, അപ്പം കഫാറത്തിന്റെ ആണെങ്കിൽ കഫാറത്ത് എന്ന് കരുതണം, റമളാന്റെ ആണെങ്കിൽ റമളാനിലെ നോമ്പ് എന്ന് കരുതണം. അതാണ് തഅയീൻ. അപ്പം പൂർണ്ണ അർത്ഥത്തിൽ നമ്മളൊരു നിയ്യത്ത് വെക്കൽ എങ്ങനെയാണ്? ഒന്ന്, നാവ് കൊണ്ട്
ഇനി പറയുന്ന വാക്ക് പറയാം. നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ റമളാൻ മാസത്തിലെ അദാ ആയ ഫർളായ റമളാനിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുവാൻ കരുതി. ഇത് നാവ് കൊണ്ട് പറയുന്നതോടൊപ്പം മനസ്സിൽ നമ്മൾ ആ കരുത്ത് വെക്കുക. ഇനി ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും ഈ ആശയം മനസ്സിൽ കരുതിയാൽ അവന് നോമ്പുണ്ടാകും. എന്നാൽ മനസ്സിൽ കരുതാതെ കേവലം നാവ് കൊണ്ട് പറയുക മാത്രം ചെയ്താൽ അവന് നോമ്പുണ്ടാകൂല. കാരണം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് കരുതലാണ്. അപ്പൊ മനസ്സിൽ തീരുമാനെടുക്കലാണ്, അതാണ് നിർബന്ധം. ആ മനസ്സിൽ തീരുമാനെടുക്കുന്നതിനൊരു കരുത്തു പകരാനാണ് നമ്മൾ നാവ് കൊണ്ട് പറയുന്നത്. അത് മറന്നു പോകാതിരിക്കാനാണ് നമ്മൾ തറാവീന്റെ ശേഷവും വിത്തറിന് ശേഷവും ഒക്കെ നിയ്യത്ത് ഓർമ്മയാക്കി കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും രാത്രി തന്നെ നിയ്യത്ത് വെച്ച് എന്ന് ഉറപ്പുവരുത്തണം. ഇനി രാത്രി ഒരാൾ നിയ്യത്ത് വെക്കാനങ്ങ് മറന്നുപോയാലോ, നമ്മളെ മദ്ഹബ് അനുസരിച്ച് ഇനി അയാൾക്ക് ഇനി നാളെ നോമ്പുണ്ടാവില്ല. പക്ഷേ നോമ്പില്ല എന്നതുകൊണ്ട് അയാള് വീട്ടിൽ ബാക്കിയുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് അടുക്കള ഏറ്റെടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. അയാൾ ഇംസാക്ക് ചെയ്യണം. അഥവാ നോമ്പുകാരനെ പോലെ തന്നെ പകലിലുടനീളം അയാൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ നിൽക്കുക. ഇതിനാണ് ഇംസാക്ക് എന്ന് പറയാ. ആ ത്യാഗത്തിന് അള്ളാഹു അയാൾക്ക് കൂലി നൽകും. എന്നാൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയ കാരണത്താൽ റമളാൻ കഴിഞ്ഞതിന് ശേഷം ആ നോമ്പ് അയാൾ ഖളാ വീട്ടുകയും വേണം. ഇതാണ് നിയ്യത്ത് മറന്നാലുള്ള അവസ്ഥ. അതുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കാൻ മറന്നിട്ടില്ല, അത്തായം മറന്നിട്ടില്ല, മുത്തായം മറന്നിട്ടില്ല, നിയ്യത്ത് മാത്രം മറക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. ഈ ജാഗ്രതക്ക് വേണ്ടിയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പള്ളികളിലൊക്കെ സാധാരണ നിയ്യത്തൊന്ന് ഓർമ്മയാക്കി കൊടുക്കുക. അപ്പൊ അതിനെ ചില ആളുകളൊക്കെ കളിയാക്കും, അവർ പോട്ടെ. പക്ഷെ നമ്മളെല്ലാ കുട്ടികളോടും ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും ഒക്കെ ഉണർത്തുക, നിയ്യത്ത് വെക്കേണ്ട കാര്യം. നിയ്യത്ത് അത് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി രണ്ടാമതായി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുക എന്നതാണ് നോമ്പിന്റെ രണ്ടാമത്തെ ഫർള്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. മഹാന്മാർ വിശദീകരിച്ചു. ഒന്ന് അൽ ജിമാ, സ്ത്രീ പുരുഷന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. ഈ നോമ്പ് കൊണ്ട് അല്ലാഹു തആല പല ലക്ഷ്യങ്ങളും വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അള്ളാഹുവിന് സുപ്രധാനമായ 3 സൃഷ്ടികളുണ്ട്. അനേക കോടി സൃഷ്ടിജാലങ്ങളെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 വിഭാഗം. അതിലൊന്ന് മലക്കുകളാണ്. മലക്കുകൾക്ക് അല്ലാഹു തആല കൊടുത്തത് ശുദ്ധമായ ഒരു പ്രകൃതിയാണ്. അവര് ഒരിക്കലും അള്ളാഹുവിനെതിരെ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയോ ചെയ്യാത്തവരാണ് മലക്കുകൾ. അവരെ പ്രകൃതി അങ്ങനെയാണ്. ഒരു തെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും അവർക്ക് പറ്റില്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ച റബ്ബിനെ അവർ ധിക്കരിക്കുകയില്ല. അല്ലാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് അത് അതുപോലെ അനുവർത്തിക്കുക മാത്രമാണ് മാലാകമാരുടെ പ്രകൃതി. അതേ സമയത്ത് വേറെ ഒരു വിഭാഗമുണ്ട്, അവരെ നേരെ വിരുദ്ധ ചേരി. അത് ശയാത്വീൻ, പിശാചുക്കളാണ്. അവർക്ക് അല്ലാഹു കൊടുത്ത പ്രകൃതി ഏതാണ്? മലക്കുകളുടെ നേരെ വിരുദ്ധം. ഒരു നന്മ ചെയ്യാനും അവര് ആലോചിക്കുകയില്ല. അവർക്ക് അല്ലാഹുവിനെ ധിക്കരിക്കുക എന്നത് മാത്രമാണ് പഥ്യം. മലക്കുകളെപ്പോലെയല്ല, നേരെ വിരുദ്ധ സ്വഭാവക്കാരാണ്. ഇനി വല്ലപ്പോഴും വല്ല നന്മയും അവര് ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ പിന്നിൽ വലിയ തിന്മയുടെ അജണ്ടയുണ്ടാകും. ഇതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, വഖാലിഫിൻ നഫ്സ വശൈത്താന ഫഅസ്ഹിമാ വഇൻഹുമാ മഹളാ കന്നുസുഹ ഫത്തഹിമീ. പിശാചും ദേഹിച്ചയും നന്മ കൊണ്ട് നിന്നെ ഉപദേശിച്ചാൽ പോലും നീ ഭയക്കണം, പേടിക്കണം.
കാരണം അതിൻ്റെ പിന്നിൽ വലിയ അജണ്ടകൾ ഉണ്ടാകും. നമ്മളെ ഏതെങ്കിലും കുഴിയിൽ ചാടിക്കാൻ പിശാച് ആഗ്രഹിക്കും. അതിനാൽ നീ ശ്രദ്ധിക്കണം. പിശാച് ഒരിക്കലും അള്ളാഹുവിന് വഴിപ്പെടുന്നവനല്ല, അവനെ ധിക്കരിക്കുന്ന പ്രകൃതക്കാരനാണ്. എന്നാൽ മൂന്നാമത്തെ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട സൃഷ്ടികളാകുന്ന മനുഷ്യർ, ആ മനുഷ്യർക്ക് അള്ളാഹുത്താല നൽകിയ പ്രകൃതി ഏതാണ്? മലക്കുകളുടേതും പിശാചിൻ്റെതും മേളിച്ച ഒരു പ്രകൃതിയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, ഇന്നലി കുല്ലി ഇൻസാനിൻ ലിമ്മത്താനി ലമ്മത്തു മലക്കിൻ വലമ്മത്തു ശൈത്താൻ. ഏതൊരു മനുഷ്യനിലും രണ്ട് ഉൾവിളികളുണ്ട്, രണ്ട് സമ്മർദ്ദ ശക്തികളുണ്ട്. ഒന്ന് ലമ്മത്തു മലക്കിൻ, ഒരു മലക്കിന്റെ സമ്മർദ്ദമാണെങ്കിൽ, വലമ്മത്തു ശൈത്താൻ, മറ്റൊന്ന് പിശാചിന്റെ ഉൾവിളിയാണ്, സമ്മർദ്ദമാണ്. ഒരേ സമയത്ത് പൈശാചികതയും മലക്കൂത്തിയായ സംസ്കാരവും പ്രകൃതിയും മേളിച്ചവനാണ് മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പം സ്വഹാബത്ത് ചോദിച്ചു, അവലക്ക യാ റസൂലല്ലാഹ്, അല്ല നബിയെ, ഇത് അങ്ങേക്കും ബാധകമാണോ? അങ്ങയുടെ ശരീരത്തിലും നഫ്സിലും ഇതുപോലെ പിശാചിന്റെയും മലക്കിന്റെയും സാന്നിധ്യം ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഉണ്ട്. പക്ഷേ വലാകിന്നഹു അസ്ലമാ, എന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട പിശാച് അവൻ മുസ്ലിമായിരിക്കുന്നു. ആ അർത്ഥപ്രകാരം പിശാചുകളുടെ കൂട്ടത്തിൽ ഒരു മാപ്പളുണ്ട്, ഒരു മുസ്ലിം ഉണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയുടെ ഭാഗമായി പ്രവാചകനോടൊപ്പമുള്ള പിശാചാണ്. അതേ സമയത്ത് വലാകിന്നഹു അസ്ലമ എന്നതിന് മറ്റൊരർത്ഥകൽപ്പനയുണ്ട്. അതെന്താണ്? അവൻ കീഴൊതുങ്ങിയിരിക്കുന്നു, അവൻ എൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ടവനാണ്, അവന്റെ പൈശാചികതയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ അവന് സാധിക്കുകയില്ല. ആ തരത്തിൽ അള്ളാഹു അവനെ എനിക്ക് ഒതുക്കി തന്നിരിക്കുന്നു. അപ്പം പിശാചുക്കൾ ആരും മുസ്ലിങ്ങളില്ല, അവർ പൈശാചികതയിൽ തന്നെയാണ്. അള്ളാഹിന്റെ ഹബീബിന്റെ പ്രത്യേകത കാരണം പിശാചിന്റെ ഒരു പരിപ്പും അവിടത്തെ മുമ്പിൽ വേവുകയില്ല. അങ്ങനെ എല്ലാവരുടെ കൂടെയും ഒരു മലക്കും പിശാചുമുണ്ട്. അത് നമ്മൾ അനുഭവിക്കും. രാത്രി സമയത്ത് നമ്മൾക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി ഉണ്ട്, ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാള്. അപ്പോഴാണ് അയാൾ ഇങ്ങനെ ഒരു അങ്ങാടിയിലൂടെ നടന്നു വരുമ്പം ഒരു ജ്വല്ലറിയുടെ ഷട്ടർ താഴ്ത്തിയിട്ടിട്ടുണ്ട്. പക്ഷെ അത് പൂട്ടാൻ മറന്നുപോയതാണ്. ഇയാൾക്കാണെങ്കിൽ വലിയ കടവുണ്ട്. ആ സമയത്ത് അയാളെ മനസ്സിൽ നിന്ന് ആദ്യം വരുന്ന ഉൾവിളി എന്തായിരിക്കും? ഇതൊരു സുവർണാവസരമാണ്, ഇത് ദൈവം നിനക്കായി തുറന്നിട്ടതാണ്, അത്യാവശ്യത്തിന് കയറിക്കോ, എടുത്തോ. അല്ലെങ്കിൽ ഇയാൾ സക്കാത്ത് കൊടുക്കാത്ത ആളാ, അങ്ങനെ ന്യായീകരണമൊക്കെ പറഞ്ഞൊരു ചെയ്താൻ, അയാളുടെ എടുക്കുന്നതിന് വിരോധമല്ല. അങ്ങനെ ഇയാൾ മെല്ലെ നടന്ന് ഷട്ടർ പൊക്കാൻ നേരത്ത് മനസ്സിന്റെ മറുഭാഗത്തു നിന്ന് മറ്റൊരു വിളി കേൾക്കും, അതാ മനുഷ്യ, ഇത് നിനക്ക് അനുവദിക്കപ്പെട്ടതല്ല, നീ ആരാന്റെ മുതൽ കക്കാൻ പോകുന്നു, ഇത് അള്ളാഹു കാണുന്നുണ്ട്, അല്ല വേറെ എവിടെയെങ്കിലും വെച്ച് CCTV-യിൽ പിടിക്കുന്നുണ്ട്, നിന്നെ പിടിക്കപ്പെട്ടാലുള്ള വഷളത്തരം നീ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ തുടങ്ങി അയാൾക്ക് നന്മയുടെ ഉപദേശവും അയാളെ മനസ്സിൽ നിന്ന് കേൾക്കാം. ഇതിൽ ആദ്യത്തെ സന്ദേശം കൊടുത്തത് അത് പിശാചാണ്, രണ്ടാമത്തെ സന്ദേശം മലക്കിൻ്റെതാണ്. ഇത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. ഇങ്ങനെയുള്ള മനുഷ്യനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് അവന്റെ മനസ്സ് വൃത്തിയാക്കിയെടുത്താൽ മലക്കുകളെക്കാളും മനുഷ്യൻ നന്നാവുന്ന. മനുഷ്യൻ ഉയരുകയാണെങ്കിൽ മാലാകമാരെക്കാൾ ഉയരും. മനുഷ്യനാണല്ലോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. മലക്കുകൾ ഉൾപ്പെടെയുള്ള സർവ്വ സൃഷ്ടികളുടെ കൂട്ടത്തിലും വെച്ച് ഏറ്റവും വലിയ മഹാനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മറ്റുള്ള അമ്പിയാക്കളൊക്കെ മലായിക്കത്തിനേക്കാൾ ബഹുമാനമുള്ളവരാണ്. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മാലാകമാരെക്കാൾ ആദരവ് കിട്ടിയത്? മനുഷ്യർക്ക് പൈശാചികത ഉണ്ട്, അതിനെ അവഗണിച്ച് ത്യാഗം ചെയ്തുകൊണ്ടാണ് അവർ മനസ്സ് ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് ത്യാഗം ചെയ്ത് ശുദ്ധീകരിച്ചതിന്റെ പേരിൽ അവർക്ക് വലിയ ഫളിലുണ്ട്. അതേസമയത്ത് മലക്കുകൾ നന്നായത് എന്തുകൊണ്ടാ? നന്നാവാൻ പറ്റിയ പ്രകൃതിയിൽ മാത്രമാണ് അതുപോലെ പടച്ചത്, ഓൽക്ക് കേടുവരാൻ കഴിയൂല. അപ്പൊ അവർക്ക് വലിയ ത്യാഗമല്ല. അപ്പൊ മനുഷ്യനെ അല്ലാഹു തആല സംസ്കരിക്കാൻ വേണ്ടി
തീരുമാനിച്ചപ്പോൾ പിശാച് മനുഷ്യന്റെ ശത്രുവായി നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പിശാചിനെ തോൽപ്പിച്ചു വേണം നമുക്ക് നന്നാവാൻ. അപ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ദേഹിച്ചയെയും പിശാചിനെയും നമ്മൾ തൃണവൽഗണിച്ച് തോൽപ്പിച്ച് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണ് ഇബാദത്തുകളിലൂടെ മുഴുവനും നമ്മൾ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നോമ്പും ഇത് തന്നെയാണ്. അപ്പൊ നോമ്പിലൂടെ മലക്കൂത്തിയായ ഒരു സംസ്കാരം നമ്മൾ കൂടുതൽ പരിശീലിക്കുകയാണ്. അതാണ് മലക്കുകളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആണ് പെണ്ണ് എന്ന വർഗമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ പുരുഷ വർഗങ്ങൾ പരസ്പരം ആകർഷിക്കുന്നത് പോലെ അവര് തമ്മിലുണ്ടാകുന്ന വൈകാരിക താല്പര്യങ്ങൾ പോലെ മലക്കുകളുടെ ലോകത്ത് താല്പര്യങ്ങളില്ല. അതിനാൽ റമളാൻ മാസത്തിലെ പകലിലുടനീളം ഇത്തരം താല്പര്യങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തുക എന്നതാണ് നോമ്പ് മുറിയുന്ന ഒന്നാമത്തെ കാര്യം. ഈ സ്ത്രീ പുരുഷ ബന്ധമാണ് എന്ന് പറഞ്ഞതിലൂടെ ഇവിടെ നമ്മളെ പരിശീലിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സംസ്കാരം അത് പാലിക്കുകയാണ്. എന്നാൽ നമ്മളിൽ മാനുഷികമായൊരു പ്രകൃതി ഇവിടെ ഇപ്പുറത്തുള്ളത് കൊണ്ട് സമ്പൂർണമായും നമ്മുടെ വികാര വിചാരങ്ങൾ തടയിട്ടാൽ അത് ചിലപ്പോൾ അണ പൊട്ടുന്നത് പോലെ അനിയന്ത്രിതമായി പൊട്ടിപ്പോകും. അപ്പൊ അതുകൊണ്ട് റമളാന്റെ പകലിലാണ് അല്ലാഹു തആല നിയന്ത്രണം നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതേ സമയത്ത് ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസാഇകും വഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. റമളാനിന്റെ രാത്രികാലങ്ങളിൽ നിങ്ങളുടെ ഇണകളെ സമീപിക്കുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അത് അള്ളാഹു ഇളവ് ചെയ്തു തന്ന. കാരണം നമ്മളിൽ മാനുഷിക പ്രകൃതിയുണ്ട്, അതിനെ പരിപൂർണമായും അടച്ചുപൂട്ടാൻ പറ്റൂല. പ്രകൃതിയുടെ മതാണ് ഇസ്ലാം. പകലിൽ ഇത് അള്ളാഹു നിയന്ത്രിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പൊ പകൽ നമ്മളെ നോമ്പ് മുറിയുന്ന ഒരു കാര്യം സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെടലാണ്. രണ്ടാമത്തേത് അതിന് സമാനമായ അൽ ഇസ്തിംന, സ്വയംഭോഗത്തിലൂടെ സ്ഖലനമുണ്ടാക്കുക. അതും ഈ ഒരു മലക്കൂത്തിയായ സംസ്കാരത്തിന് വിരുദ്ധമായതുകൊണ്ടാണ് അത് നോമ്പ് മുറിയുന്ന കാര്യമായത്. അതുകൊണ്ട് നോമ്പ് നോറ്റ് പകലിൽ ആ രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും നമ്മൾ നോമ്പ് മുറിയും. മൂന്നാമത്തത് അൽ ഇസ്തിഖാ, ഉണ്ടാക്കി ഛർദിക്കാൻ. ഒരാൾക്ക് എന്തോ ഒരു അസുഖം വന്ന് അയാൾ ഛർദിച്ചാൽ ആ ഛർദിച്ച് വായിലേക്ക് കയറിയത് അകത്തേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയെ പറയേണ്ടതില്ല. അതേ സമയത്ത് രോഗം കാരണം ഉണ്ടാകുന്ന ഛർദി കൊണ്ട് മാത്രം നോമ്പ് മുറിയില്ല. എന്നാൽ ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് മുറിയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി ഛർദിക്കോന്ന് ചോദിക്കും. അതൊരു ചികിത്സയാണ്. നമുക്ക് വയറ്റിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ രണ്ട് രീതിയിലുള്ള ചികിത്സ ഉണ്ട്. ഒന്ന് വയറ്റിന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കുടിക്കലുണ്ടല്ലോ, അതൊരു ചികിത്സയാണ്. ഇതുപോലെ ഛർദിച്ച് ഒഴിവാക്കുക എന്നുള്ളത് വേറൊരു ചികിത്സയാണ്. പക്ഷെ നോമ്പെടുത്ത് പകലിൽ ഇങ്ങനെ ഉണ്ടാക്കി ഛർദിച്ചാൽ പുറത്തേക്ക് വന്നതൊന്നും അകത്തേക്ക് പോയില്ലെങ്കിലും ആ കർമ്മം കൊണ്ട് മാത്രം നമ്മളെ നോമ്പ് മുറിയും. നാലാമത്തെ നോമ്പ് മുറിയുന്ന കാര്യം വദുഖൂലു ഐനിൻ ജൗഫഹു, ഉള്ളിലേക്ക് എന്തെങ്കിലും തടിയുള്ള ഒരു വസ്തു കടക്കലാണ്. ഉള്ള് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഉദാഹരണത്തിന് നമ്മളെ ചെവിയുടെ ഉൾഭാഗം, കാതിൻ്റെ ഉൾഭാഗം, അതുപോലെ മുലക്കണ്ണിൻ്റെ ദ്വാരം, ഇതേപോലെ തന്നെ തരിമൂക്കിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥലം. ഇതേ രീതിയിൽ സ്ത്രീകൾ അവര് കാലിലിരുന്നാൽ വെളിവാകുന്ന ഭാഗം, ഇതേപോലെ തന്നെ വായിൽ നിന്ന് ഹ എന്ന അക്ഷരം ഉച്ചരിക്കുന്നതിൻ്റെ അപ്പുറം, ഇതൊക്കെ തുറക്കപ്പെട്ട ദ്വാരങ്ങളാണ്. ഈ ദ്വാരങ്ങളിലൂടെ വല്ലതും അകത്തേക്ക് കടന്നാൽ, തടിയുള്ളത് കടന്നാൽ നോമ്പ് ബാത്തിലാകും. അപ്പം അത് സൂക്ഷിക്കണം. റമളാനിൽ നോമ്പെടുത്ത് നമ്മൾ കാതിൻ്റെ ഉള്ളിലേക്ക് കോലിട്ടോ ചെപ്പിത്തോണ്ടിയെടുത്തൊന്നും തൊഴാൻ നിൽക്കരുത്. അപ്പം അതിലൂടെ അങ്ങ് കടന്നാൽ വയറിലെത്തോ എന്നൊക്കെ ചോദിച്ചാൽ വയറിലെത്തണമെന്നില്ല, ഉള്ളിലേക്ക് കടന്നാൽ മതി. ഉള്ളെന്ന് പറയുന്ന സ്ഥലമാണത്.
അപ്പൊ ചെവിക്ക് ഉള്ളില്ല, അവിടെ വേറൊരു പാടയുണ്ട്, അതുവരെ പോവുള്ളൂ എന്നൊക്കെ പറയും. അതെ, ആ പാട വരെ പോകാൻ പാടില്ല റമദാന്റെ പകലിൽ. അത് നമ്മൾ സൂക്ഷിക്കണം. മൂക്കിന്റെ ഉള്ളിലൂടെ കടത്തിവിടരുത്. വായയിൽ നിന്ന് ഹാ എന്ന അക്ഷരം ഉച്ചരിക്കുന്നതിന്റെ അപ്പുറത്ത് കടന്നാലാണ് നോമ്പ് മുറിയാൻ. അപ്പൊ നമ്മളെ വായിൽ ഇങ്ങനെ ഒരു നൂലിട്ട് അതങ്ങോട്ട് വിഴുങ്ങി ഒരു തല നമ്മളെ കയ്യിലാണെങ്കിൽ പോലും മറുതല ഹാ എന്ന അക്ഷരം ഉച്ചരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോയാൽ നോമ്പ് മുറിയും. അപ്പോൾ അവന് വയറ് നിറയോ? വയറ് നിറയാതെ വയറ് നിറയാ എന്നതല്ല നോമ്പ് മുറിയാനുള്ള കാരണം. ഞാൻ പറഞ്ഞു അച്ചടക്കാണ്. അള്ളാഹുത്താല പറഞ്ഞോടത്ത് നിൽക്കാൻ. അവിടെ നമ്മൾ ന്യായങ്ങളെ നോക്കേണ്ടതില്ല. നോമ്പുകാരൻ ഈ യാതി കളിയൊന്നും കളിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അതിരുകൾ ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് ഒന്നും കടക്കരുത്. അത് സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റമദാനിന്റെ പകലിലുടനീളം നമ്മളെ സമയങ്ങളെ തള്ളി നീക്കേണ്ടത്. നോമ്പ് മുറിയുന്ന ഒരു കാര്യവും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. അവിടെ ഇനി കൃത്രിമമായി തുറന്നുണ്ടാക്കുന്ന ദ്വാരങ്ങൾ, ഇതൊക്കെ നേരത്തെ തുറക്കപ്പെട്ട ദ്വാരങ്ങളാണ്. കൃത്രിമമായി തുറന്നുണ്ടാക്കുന്ന ദ്വാരങ്ങളാണെങ്കിലും ഉള്ളു എന്ന് പറയാവുന്നിടത്തേക്കാണ് ഈ ദ്വാരം കടന്നു പോകുന്നതെങ്കിൽ അതിലൂടെ വല്ലതും കയറിയാൽ, തടിയുള്ളത് കടന്നാൽ നോമ്പ് മുറിയും. ഉദാഹരണത്തിന് നമ്മളെ നരമ്പുകൾ, അത് ഉള്ളാണ്. ആ നരമ്പിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു സൂചി കുത്തിക്കയറ്റി അതിലൂടെ രക്തം കെട്ടെടുത്താലും ഈ സൂചി അത് കടന്നാൽ തന്നെ മതി, നോമ്പ് മുറിയുമെന്നാണ് ഉസ്താദുമാര് പറഞ്ഞു തന്നിട്ടുള്ളത്. അതേ സമയത്ത് നമ്മുടെ മാംസത്തിലേക്ക് ഒരു സൂചി കുത്തിക്കയറിയാൽ, ഉദാഹരണം ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന മെഷീനുണ്ട്. അതിലേക്ക് ഒരു തുള്ളി രക്തം കിട്ടാൻ വേണ്ടിയിട്ട് വിരലിന്റെ തലപ്പത്ത് ചെറിയ സൂചി കൊണ്ടൊരു ഓട്ടയാക്കും, അതിൽ രക്തം വരും. പക്ഷെ ആ ദ്വാരം കൊണ്ടെന്താവൂല, നോമ്പ് മുറിയില്ല. അത് നരമ്പിന്റെ ഉള്ളിലേക്കല്ല. ഇതുപോലെ തന്നെ ഷുഗർ രോഗികൾ ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്യാറുണ്ട്. അത് നരമ്പിലേക്കല്ല, മാംസത്തിലേക്കാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അപ്പൊ നരമ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ നോമ്പ് മുറിയും. അത് സൂക്ഷിക്കുക. ഇതല്ലാതെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെയും വല്ല തടിയുള്ളതും അകത്തേക്ക് കടക്കോ നമ്മൾ ശ്രദ്ധിക്കണം. ആ തടിയുള്ള വസ്തു എന്നതിൽ പെട്ടതാണ് പ്രബല അഭിപ്രായം അനുസരിച്ച് മഹാന്മാര് പറയുന്നു പുക. അതുകൊണ്ട് മനഃപൂർവ്വം നമ്മൾ പുക വലിച്ചാൽ നോമ്പ് മുറിയും. അതിന് തടിയുണ്ട് എന്നതിന്റെ തെളിവാണ് നമ്മൾ പുക വലിച്ച് ഒരു വെള്ള വസ്ത്രത്തിലേക്ക് ഊതി നോക്കിയാൽ അതിന്റെ തടി അവിടെ കാണും. അപ്പൊ അത് നമ്മൾ വലിക്കരുത് റമദാനിൽ. റമദാനിൽ അത്തരം ദുസ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കാനും കൂടി പറ്റിയ മാസാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. നമ്മളെ ഇത്തരം ബാഹ്യമായ ഈ കാര്യങ്ങളിൽ നിന്ന് മാത്രം മാറി നിൽക്കലല്ലോ യഥാർത്ഥ നോമ്പ്. ഈ പുകവലി എന്ന് പറയുന്നത് നമുക്കൊക്കെ അപകടമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഒരു പുണ്യകർമാണെന്ന് കരുതിയോ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് വിചാരിച്ചോ ആരും വലിക്കുന്നില്ല. തുടങ്ങി കുടുങ്ങിപ്പോയവരാണ്, നിർത്താൻ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്കും കൂടി സുവർണ അവസരമാണ് റമദാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സുബഹി മുതൽക്ക് ഏകദേശം 5 മണി മുതൽക്ക് പിന്നെ നമ്മളത് 6:45 വരെ വീടി വലിക്കുന്നവരൊക്കെ നിർത്തിവെക്കുകയാണ്. അപ്പൊ ഏകദേശം 12 മണിക്കൂറോളം നമ്മൾ നിർത്തിവെച്ചു. ഈ നിർത്തിവെച്ച ആള് എന്തുകൊണ്ടാണ് ഇത് നിർത്തിവെക്കാൻ കഴിഞ്ഞത്? അയാൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ്. നബൈത്തു സോമോഗതി, ഞാൻ നാളെ നോമ്പെടുക്കുകയാണ്. ആ തീരുമാനം എടുത്തത് കൊണ്ട് അയാൾക്ക് ഇത്രയും സമയം വലിക്കാതെ മാറി നിൽക്കാൻ പറ്റിയെങ്കിൽ അയാൾ തീരുമാനിച്ചഞ്ഞും നടക്കൂലേ? ഇനി ഞാനത് അടുത്ത സുബൈ വരേക്കുന്നോ ഈ വീടി വലിക്കൂല, സിഗരറ്റ് വലിക്കൂല എന്ന് തീരുമാനിച്ചു നോക്കട്ടെ, തീർച്ചയായിട്ടും നടക്കും. അങ്ങനെ ഒരു മാസം റമദാൻ ഉടനീളം ഈ ദുഷ്കർമ്മം ഒഴിവാക്കാൻ വേണ്ടി ഒരാൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ അയാളുടെ ആയുസ് നീളും, അയാളുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടും, അയാളെ വീട്ടിലുള്ളവർക്ക് സ്വസ്ഥമായി കടന്നുറങ്ങാൻ കഴിയും, അയാൾക്കും സ്വസ്ഥമായി കടന്നുറങ്ങാൻ കഴിയും. അല്ലെങ്കിൽ ഇങ്ങനെ കുരച്ചിട്ട് അയാളെ വീട്ടുകാർ മാത്രമല്ല അയൽവാസികൾ വരെ ഞെട്ടി ഉണരും. ചില വീടി വലിക്കാരൊക്കെ കുര കേട്ടാൽ ആ പരിസരത്തൊന്നും പിന്നെ പട്ടീനെ പോറ്റേണ്ട ആവശ്യമുണ്ട്, അത്രയും വലിയ കുര ചില ആളുകൾ. അപ്പൊ ഈ ഒരു ദുസ്വഭാവമൊക്കെ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല അവസരമാണ് വിശുദ്ധ റമദാൻ. പുകവലിച്ചാൽ നോമ്പ് മുറിയും, നമ്മളത് ഉപേക്ഷിക്കണം. ഇങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വല്ല തടിയുള്ളതും അകത്തേക്ക് കടക്കലാണെന്ന് പറയുമ്പോൾ തുറക്കപ്പെടാത്ത ദ്വാരങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മളെ ശരീരം മുഴുവനും ദ്വാര,
വിയർക്കണ സമയത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വെള്ളം വരുന്ന ദ്വാരങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് രോമകൂപങ്ങളാണ്. ഈ രോമകൂപങ്ങളിലൂടെ വല്ലതും അകത്തേക്ക് കടന്നാൽ നോമ്പ് മുറിയില്ല. ഉദാഹരണത്തിന് ഒരാൾ ശരീരത്തിൽ തൈലം പുരട്ടി വെളിച്ചെണ്ണ തേച്ചു, അതിൻ്റെ ഒരു അംശം അകത്തേക്ക് കയറും, അതുകൊണ്ട് എന്താവൂല? നോമ്പ് മുറിയില്ല. കാരണം അത് തുറക്കപ്പെട്ട ദ്വാരം അല്ലാത്തത് കൊണ്ടാണ്. ഇതേപോലെ തന്നെ പുക പോലുള്ളത് മനഃപൂർവ്വം അല്ലാതെ കയറിപ്പോയാൽ, ഇപ്പൊ നമ്മളെ സഹോദരിമാര് അടുക്കളയിൽ ജോലി ചെയ്യൂലേ റമദാനില്, ആ ജോലി ചെയ്യുന്ന സമയത്ത് അവര് വല്ലതും അടുപ്പിലിങ്ങനെ ഊതി കത്തിക്കുന്ന സമയത്ത് അറിയാതെ പുക കയറിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. അതൊരു മനഃപൂർവ്വം വലിച്ചതല്ല, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. എന്നാൽ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നോമ്പ് മുറിഞ്ഞു പോകാതിരിക്കാൻ. അതിൽപ്പെട്ടതാണ് റമദാനിൽ പകലിൽ നമ്മൾ ഒളു ഉണ്ടാക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത്. കുളിയാണെങ്കിൽ മശ്റൂആയ കുളിയാണെങ്കിൽ അവിടെ കോരിപ്പാർന്ന് കുളിക്കുമ്പോൾ, ഉദാഹരണത്തിന് വെള്ളിയാഴ്ച ജുമഅന്റെ സുന്നത്ത് കുളി കുളിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ജനാബത്തുണ്ടായി അത് ഉയരാൻ വേണ്ടി കുളിക്കുകയാണ്, അല്ലെങ്കിൽ ഹൈലിൽ നിന്ന് ശുദ്ധിയാൻ വേണ്ടി കുളിക്കുകയാണ്. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ കുളിക്കുകയാണെങ്കിലും മുങ്ങി കുളിക്കാൻ പാടില്ല. റമദാനിൽ മുങ്ങിക്കുളിക്കൽ കറാഹത്താണ്, പാടില്ലാത്തതാണ്. മുങ്ങിക്കുളിക്കുമ്പം അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ദ്വാരത്തിലൂടെ അകത്തേക്ക് വെള്ളം കടന്നാൽ നമ്മളെ നോമ്പ് ബാത്തിലായി പോകും. എന്നാൽ ശറഅ് അനുവദിച്ച കുളിയാണെങ്കിൽ നമുക്ക് കോരിപ്പാർന്ന് കുളിക്കാം. കോരിപ്പാർന്ന് കുളിക്കുന്ന സമയത്ത് മനഃപൂർവമല്ലാതെ മൂക്കിലൂടെയോ കാതിലൂടെയോ മറ്റോ അകത്തേക്ക് വെള്ളം കടന്നാൽ നമ്മളെ നോമ്പ് ബാത്തിലാവൂല. അതേ സമയത്ത് ശറഅ് ആവശ്യപ്പെടാതെ വെറുതെ ഒരാൾ കുളിച്ചാൽ റമദാന്റെ പകലിലാണെങ്കിൽ കോരിപ്പാർന്ന് കുളിച്ചാലും അറിയാതെയാണെങ്കിലും അകത്തേക്ക് വെള്ളം കയറിപ്പോയാൽ അവന്റെ നോമ്പ് ബാത്തിലായി പോകും. അതുകൊണ്ട് തന്നെ മഹാന്മാര് പഠിപ്പിച്ചു, റമദാനിൽ കുളിക്കാൻ ഏറ്റവും നല്ലത് മറ്റ് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ രാത്രിയിലാണ്. രാത്രി എല്ലാ രാത്രിയിലും റമദാനിൽ കുളിക്കൽ പ്രത്യേകം സുന്നത്തുമാണ്. അപ്പൊ റമദാനിന്റെ കുളി നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒളു ഉണ്ടാക്കുന്ന സമയത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുന്നതും നോമ്പുകാരനല്ലാത്തവൻ നന്നായി ചെയ്യണം. നന്നായി മൂക്കിലേക്ക് വെള്ളം കയറ്റി അതുപോലെ തന്നെ വായിലേക്ക് വെള്ളം കയറ്റിയിട്ടാണ് കൊപ്പിളിക്കേണ്ടത്. നോമ്പുകാരെന്ത് ചെയ്യരുത്? അത് അമിതമാക്കരുത്. അത് വായിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണ്ട, അതുപോലെ മൂക്കിന്റെ ഉള്ളിലേക്ക് കയറ്റി പോകണ്ട റമദാനിൽ പകലിൽ. അപ്പൊ അതൊരാൾ മനഃപൂർവ്വം കയറ്റിയാലോ പിന്നെ അങ്ങോട്ട് അറിയാതെ ഉള്ളിക്ക് കയറിപ്പോയാലും നോമ്പ് വാത്തിലായി പോകും. അപ്പൊ അത് സൂക്ഷിക്കണം. അപ്പൊ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് റമദാനിന്റെ പകല് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നോമ്പ് നിർബന്ധമുള്ളവരും നോമ്പ് ഒഴിവാക്കൽ അനുവദിക്കപ്പെട്ട ആളുകളുമുണ്ട്. ചില ആളുകൾക്ക് നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് നോമ്പ് എടുക്കൽ പാടില്ലാത്ത ഒരു കൂട്ടരാണ് റമദാനിൽ ശുദ്ധിയില്ലാത്തവർ. നേരത്തെ നമ്മൾ പറഞ്ഞു, ഹൈലോ നിഫാസോ ഉള്ളവർ നോമ്പെടുക്കാൻ പാടില്ല. അത് അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. സ്വീകരിക്കാത്ത കാര്യം നമ്മൾ ചെയ്യൽ ഹറാമാണ്. അതേ സമയത്ത് ഇനി നോമ്പ് മുറിക്കൽ നിർബന്ധമുള്ള ചില ആളുകളുണ്ട്. പണ്ഡിതന്മാര് പറയുന്നു, യജിബുൽ ഫിത്റു ലി ഖൗഫി ഹലാക്കിൻ അലാ നഫ്സിഹി. ഒരാളുടെ ശരീരം നശിച്ചു പോകും അഥവാ മരിച്ചു പോകും എന്നൊരാൾ പേടിച്ചാൽ അയാൾ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് ഒരാൾ നോമ്പെടുത്തു, ഒരു ഉച്ചയായപ്പോഴേക്ക് അയാൾക്ക് കലശലായ വിശപ്പും ദാഹവും വന്നു. അയാളെ ശരീരത്തിലുള്ള ജലാംശമൊക്കെ തീർന്നു. ഇനി അയാൾ നോമ്പ് മുറിച്ച് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അയാൾ മരിച്ചു എന്ന് വന്നാൽ, ഞാൻ നോമ്പുകാരനായിട്ട് മരിച്ചോട്ടെ എന്ന് കരുതി അയാള് നോമ്പ് മുറിക്കാതിരിക്കാൻ പാടില്ല. അതൊരു തരത്തിലുള്ള ആത്മഹത്യയായി പോകും. അത്തരം സന്ദർഭങ്ങളിൽ നിർബന്ധമായും അയാൾ നോമ്പ് മുറിച്ചിരിക്കണം. രണ്ടാമത് നോമ്പ് മുറിക്കൽ നിർബന്ധമുള്ള ആള്, അയാളുടെ ശരീരം മൊത്തം നശിക്കുന്നില്ല, പക്ഷെ ഒരവയവം നശിച്ചു പോകും
എന്ന് ബോധ്യപ്പെട്ടാലും ഇനി ആ അവയവം നശിക്കൂല, അതിന്റെ ഉപകാരം നശിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടാലും അയാൾ നോമ്പ് ഉപേക്ഷിക്കൽ, മുറിക്കൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് ഒരാളുടെ കൈ ആരോ വെട്ടി അങ്ങോട്ട് മുറിച്ചു. ആ വെട്ടി മുറിച്ച കൈ ഇപ്പൊ കൂട്ടിച്ചേർക്കാനുള്ള ശസ്ത്രക്രിയ നടത്താൻ സൗകര്യമുണ്ട്. അങ്ങനെ അയാൾക്ക് ആ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അയാളെ നോമ്പ് മുറിയും. അയാൾ മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ നരമ്പിലൂടെ ഇഞ്ചക്ട് ചെയ്യണം, പലതും ചെയ്യണം. അങ്ങനെ വന്നാൽ അയാൾക്ക് ഞാൻ നോമ്പ് മുറിക്കൂല എന്ന് വാശി പിടിക്കാൻ പറ്റൂല. തൻ്റെ ആ കൈ പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി അയാൾ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. അതിൻ്റെ ഉപകാരം നിലനിർത്താൻ വേണ്ടി അയാൾ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. ഇതുപോലെ തന്നെ ആദരവർഹിക്കുന്ന ഒരു ജീവിയുടെ ജീവൻ രക്ഷിക്കാൻ നോമ്പ് മുറിക്കൽ അനിവാര്യമായി വന്നാൽ അയാൾ നോമ്പ് നിർബന്ധമായും മുറിച്ചിരിക്കണം. ഉദാഹരണത്തിന് ഒരാൾ പുഴയിൽ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരാട് അവിടെ ഇങ്ങനെ മുങ്ങുന്നുണ്ട്, അത് മരണവെപ്രാളത്തിലാണ്. ഇയാൾക്കാണെങ്കിൽ നോമ്പുകാരനായ സ്ഥിതിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ ചാടി അയാൾ മുങ്ങി അതിനെ രക്ഷപ്പെടുത്തുന്ന നോമ്പ് മുറിയും. പക്ഷേ അവിടെ അയാൾക്ക് നോമ്പ് മുറിക്കൽ നിർബന്ധമാണെങ്കിൽ അയാൾ നോമ്പ് മുറിച്ച് തന്നെ ആ ആട്ടുംകുട്ടിയെ രക്ഷപ്പെടുത്തണം. ഒരു ജീവിക്ക്, അത് മനുഷ്യന്റെ ജീവന് മാത്രമല്ല, ഇസ്ലാം മതം നൽകുന്ന ബഹുമാനവും പരിഗണനയാണത്. അപ്പൊ ആ ആടിന്റെ ജീവൻ രക്ഷിക്കാൻ നോമ്പ് മുറിക്കൽ അയാൾക്ക് അനിവാര്യമായി വന്നാൽ നോമ്പ് മുറിച്ചുകൊണ്ടാണെങ്കിലും അതിൻ്റെ ജീവൻ അയാൾ രക്ഷിക്കണം. ഇതുപോലെ തന്നെ ഗർഭിണിയായ ഒരു സഹോദരി അല്ലെങ്കിൽ മുലയൂട്ടുന്ന സഹോദരി, ആ സഹോദരിയോട് വിദഗ്ധനായ ഡോക്ടർ പറയുന്നു, നിങ്ങൾ ഗർഭിണിയായ സ്ഥിതിയിൽ തന്നെ നോമ്പെടുത്താൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനത് അപകടമാണ്. കാരണം പരിശോധനയിൽ ബോധ്യപ്പെട്ട് ഈ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട്, അല്ലെങ്കിൽ ഈ പെണ്ണിന് വിളർച്ചയുണ്ട്. ഈ രണ്ടാലൊരവസ്ഥയിൽ അവൾ നോമ്പെടുത്താൽ ഉദരത്തിൽ വളരുന്ന കുട്ടിക്ക് വമ്പിച്ച അപകടം വരുമെന്ന് ഭയന്നാൽ അവൾ നിർബന്ധമായും നോമ്പ് ഉപേക്ഷിക്കണം. പിന്നീടത് ഖളാ വീട്ടിയാൽ മതി. ഇതേ അവസ്ഥ തന്നെയാണ് മുലയൂട്ടുന്ന പെണ്ണ്. സാധാരണ ആരോഗ്യമുള്ള ഒരു ഗർഭിണിയും ആരോഗ്യമുള്ള മുലയൂട്ടുന്നവളും നോമ്പെടുക്കണേന് ഒരു വിരോധവുമില്ല, അവർ നോമ്പെടുക്കണം. എന്നാൽ ചില സഹോദരിമാർ തികയാതെ പ്രസവിച്ചത് കൊണ്ടോ മറ്റ് കാരണം കൊണ്ടോ മുലപ്പാല് കുറവുള്ളവരുണ്ടാവും. അവൾക്ക് ഇപ്പം നോമ്പെടുത്താൽ ഉള്ള പാലും ഇല്ലാതെയാവും. പാല് മാത്രം കുടിക്കുന്ന ഈ കുട്ടിക്ക് പിന്നീട് ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, വലിയ പ്രയാസം ഉണ്ടാവും. ഇത്തരം ഘട്ടം വരുമ്പോൾ ആ സ്ത്രീ തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നോമ്പ് ഉപേക്ഷിക്കൽ അവൾക്ക് നിർബന്ധമാണ്. അപ്പൊ ഇത്രയും ആളുകൾ നോമ്പ് അനിവാര്യമായും ഉപേക്ഷിക്കേണ്ടവരാണെങ്കിൽ ഇനി നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമായ ആളുകളുണ്ട്. നിർബന്ധമല്ല, അനുവദനീയാണ്. അതാർക്കാണ്? അള്ളാഹു തന്നെ പറഞ്ഞു പരിശുദ്ധ ഖുർആനിലൂടെ, ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളായി കഴിഞ്ഞാൽ, ആ രോഗം ഏതാണ്? നേരത്തെ പറഞ്ഞതുപോലെ മരണം ഭയപ്പെടുന്ന രോഗമാവണ്ട, മുളിറായ രോഗം എന്ന് പറഞ്ഞാൽ ആ രോഗത്തോടുകൂടെ നോമ്പെടുത്താൽ അയാളെ രോഗം സുഖപ്പെടാൻ കാലതാമസം എടുക്കും, അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കും. അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടായാൽ തന്നെ ഒരാൾക്ക് നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയാണ്. ഇതുപോലെ സുദീർഘമായ യാത്ര പോകുന്നവനും 132 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര പോകുന്ന ഒരാൾക്കും നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയാണ്. ഇതേപോലെ തന്നെ സമ്പത്ത് രക്ഷപ്പെടുത്താൻ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നാൽ നോമ്പ് ഉപേക്ഷിക്കൽ നിർബന്ധം. അപ്പോൾ അയാൾക്ക് അനുവദനീയാണ്. ഉദാഹരണമായിട്ട് ഒരാൾ ഇങ്ങനെ തോണിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ പേഴ്സ് പുഴയിലേക്ക് വീണു, അത് മുങ്ങിയെടുക്കുമ്പോൾ അയാൾ നോമ്പ് മുറിയും. എന്നാൽ അയാൾക്ക് അനുവദനീയമാണ് അയാളെ സമ്പത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് മുറിക്കൽ. അതേസമയത്ത് പ്രയാസമൊന്നുമില്ലാതെ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നോമ്പ് എടുക്കലാണ്. 132 കിലോമീറ്റർ ഉണ്ടെങ്കിലും. ഉദാഹരണത്തിന് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ, അയാൾ അവിടുന്ന് എയർപോർട്ടിൽ ചെന്ന് ദുബായിൽ ചെല്ലുന്നു, ദുബായിൽ നേരെ എയർപോർട്ടിന്റെ അടുത്ത് താമസിക്കുന്നു. ഇയാൾക്ക് ആ യാത്ര ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം ദീർഘമായ യാത്രയാണെങ്കിലും
പ്രയാസമില്ലാത്ത യാത്രക്കാരനായതുകൊണ്ട് അയാൾ നോമ്പെടുക്കലാണ് അയാൾക്ക് ഏറ്റവും നല്ലത്. ഇനി മറ്റു ചില ആളുകൾ നോമ്പെടുക്കാൻ പറ്റാത്തവരുണ്ട്. അതാരാ? ഒന്ന്, മാറാവ്യാധി പിടിപെട്ടവർ, രോഗിയാണ്, എന്നാൽ സാധാരണ രോഗമല്ലാതെ മാറുമെന്ന പ്രതീക്ഷയില്ല, മാറാവ്യാധിയാണ്. മറ്റൊന്ന്, പ്രായാധിക്യം വന്ന ആളാണ്. ഈ രണ്ട് കൂട്ടർ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വഅലല്ലദീന യുത്തീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. നോമ്പെടുക്കാൻ ശേഷിയില്ലാത്ത വിധം രോഗിയായി പോയവര്, പ്രായം ചെന്നവര്, രോഗം പിടിപെട്ടത് മാറാവ്യാധിയായി അത് ശിഫയാവാൻ ഒരു പഴുതുമില്ല, സാധ്യതയില്ല. അങ്ങനെയുള്ള രോഗികളും അവര് ചെയ്യേണ്ടതെന്താ? ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. സാധാരണ രോഗിയാണെങ്കിൽ അയാൾക്ക് ആ രോഗം മാറുമെന്ന് പ്രതീക്ഷ ഉണ്ടാവും. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഖളാ വീട്ടിയാൽ മതി. അതേ സമയത്ത് ഇദ്ദേഹം ആരാണ്? ഇയാള് മാറാവ്യാധി പിടിപെട്ട ആളാണ്. അത് ശിഫ ആവാൻ സാധ്യതയല്ല. ഇപ്പൊ മാരകമായ ക്യാൻസർ അല്ലെ കിഡ്നി രോഗം ഇതൊക്കെ പിടിപെട്ട ആളാണ്. അയാൾക്ക് അതോടുകൂടെ നോമ്പെടുക്കാൻ കഴിയില്ല. എങ്കിൽ അയാൾ എന്ത് ചെയ്താൽ മതി? ഒരു നോമ്പിന് ഒരു മുദ് എന്ന തോതിൽ ഫിദിയ കൊടുക്കുക, സാധുക്കൾക്ക് കൊടുക്കുക. ഏകദേശം ഒരു 800 ഗ്രാം അരി ഒരു നോമ്പിന് വീതം. ഇതേപോലെ തന്നെയാണ് നമ്മളെ വീടുകളിൽ പ്രായം കൊണ്ട് ചുക്കിച്ചുളിഞ്ഞ് നോമ്പെടുക്കാൻ ആഫിയത്തില്ലാതെ കഴിയുന്ന ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരുണ്ടാവും. ഓൽക്കിനിപ്പം യുവാവായിട്ട് ഖളാ വീട്ടുക എന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ലല്ലോ. അപ്പൊ അവരും എന്ത് ചെയ്യുക? ഒരു നോമ്പിന് ഒരു മുദ് വീതം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്താൽ അവരുടെ കടം വീടുന്നു. ഇങ്ങനെയാണ് നോമ്പില് ഇളവുള്ളവരുടെ കാര്യം അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി നോമ്പ് ഖളാ ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹൈലുകാരി, നിഫാസുകാരി, അതുപോലെ സാധാരണ രോഗം, അതേപോലെ തന്നെ യാത്രക്കാരൻ, ഇങ്ങനെ തുടങ്ങിയ ആളുകൾക്ക് നോമ്പ് ഖളാ ആയി അത് ഖളാ വീട്ടേണ്ടത് എങ്ങനെയാണ്? കാരണമില്ലാതെ ഖളാ ആക്കിയവരാണെങ്കിൽ അവര് പെരുന്നാൾ കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നിർബന്ധമായും ഖളാ വീട്ടണം, പെട്ടെന്ന് ഖളാ വീട്ടണം, കാരണമില്ലാതെ നോമ്പ് ഖളാ ആക്കിയവര്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ശറഅ് അംഗീകരിച്ച കാരണമുണ്ടായിട്ട് നോമ്പ് ഖളാ ആക്കിയവരാണെങ്കിലോ അവർക്ക് അടുത്ത റമളാൻ വരുന്നതിന് മുമ്പ് അത് ഖളാ വീട്ടിയാൽ മതി, സാവകാശമുണ്ട്. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ നോറ്റ് വീട്ടുന്നതാണ് ഉത്തമം. ഇനി ഒരാള് കഴിഞ്ഞ റമളാനിലെ നോമ്പ് ഈ റമളാൻ വരുന്നതിന് മുമ്പ് ഖളാ വീട്ടി തീർത്തില്ല എങ്കിലോ അയാള് ഇനി അടുത്ത റമളാൻ, ഈ റമളാൻ കഴിഞ്ഞിട്ട് അയാൾക്കത് ഖളാ വീട്ടാൻ അവസരമുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ ഒരു കൊല്ലം പിന്തിച്ചതിന് അയാള് ഒരു മുദ് ഫിദിയ കൊടുക്കണം. ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖളാ വീട്ടുന്നതെങ്കിലോ 2 കൊല്ലത്തിന് പിന്തിച്ചതിന് 2 മുദ് കൊടുക്കണം. കാരണമല്ലാതെ ഖളാ ആക്കിയാണെങ്കിൽ ആ ഖളാ ആക്കിയതിന്റെ ഒരു മുദ്ദും കൂടെ കൊടുക്കണം. ഇങ്ങനെ കൊല്ലം എത്ര ചെല്ലും തോറും അതിന്റെ മുദ് ഇങ്ങനെ കൂടിക്കൂടി വരും. ഇങ്ങനെ ഒരാള് മുദ് കൊടുക്കൽ നിർബന്ധമായിട്ട് അങ്ങ് മരണപ്പെട്ടു പോയാൽ അയാളുടെ അനന്തരാവകാശം, സ്വത്ത് ഓഹരി ചെയ്യുന്ന സമയത്ത് അനന്തരാവകാശികൾ ആലോചിക്കണം, ഇയാൾ നോമ്പ് ഉപേക്ഷിക്കുന്ന ആളായിരുന്നോ? ആണെങ്കിൽ എത്ര കൊല്ലത്തെ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടാകും, എത്ര കൊല്ലം ഖളാ വീട്ടാതെ പിന്തിച്ചിട്ടുണ്ടാവും. ഇത് കണക്ക് കൂട്ടി അതിനുള്ള അരി അർഹരായ ആളുകൾക്ക് കൊടുത്തതിന് ശേഷമല്ലാതെ അയാളുടെ അനന്തരാവകാശ സ്വത്ത് ഓഹരി ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഹജ്ജിന്റെ വിധിയും. ഹജ്ജ് ചെയ്യാൻ അയാൾക്ക് നിർബന്ധമായ അവസരം ഉണ്ടായിരുന്നു, അന്ന് ചെയ്തില്ല എങ്കിൽ അയാളുടെ സമ്പത്തിൽ നിന്ന് ഒരാളെ കൊണ്ട് അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യിപ്പിക്കാനുള്ള സമ്പത്ത് മാറ്റിവെച്ച് ബാക്കിയുള്ളതേ ഓഹരി ചെയ്ത് അനന്തരാവകാശികൾ എടുക്കാൻ പാടുള്ളൂ. ഈ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നോമ്പ് നോറ്റ ആളുകൾ അത് മുറിയാതെ അച്ചടക്കം പാലിച്ച് സൂക്ഷ്മതയോടുകൂടി ആ നോമ്പ് പൂർത്തീകരിച്ചു കൊണ്ടുപോകണം. നീട്ടിപ്പറയുന്നില്ല. അതോടൊപ്പം നോമ്പ് അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ പറയുന്നു. ഒന്ന്, നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ അത്തായം കഴിച്ചിരിക്കണം. അത് വളരെ ശക്തമായൊരു സുന്നത്താണ്. അത്തായം കഴിക്കൽ രാത്രിയുടെ 2ാമത്തെ പകുതിയിലാണ് സുന്നത്ത്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, തസഹറൂ
നിങ്ങൾ അത്താഴം കഴിക്കണേ. ഫഇന്ന ഫി സഹൂരി ബറക, അത്താഴം കഴിക്കുന്നതിൽ വലിയ ബറക്കത്തുണ്ട്. നമ്മളെ വയറിന് അത് പുണ്ണടക്കമുള്ള രോഗത്തിൽ നിന്ന് കാവല് തരും. ചില ആളുകൾ പറയും, ഞാൻ തറാവി കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് കിടന്നാൽ പിന്നെ ഞാനൊന്നും കഴിക്കലില്ല. വലിയ അഭിമാനത്തോടെ പറയലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിനെതിരാ. നബി പറഞ്ഞിട്ടുണ്ട്, നമ്മളെയും അഹ്ലു കിതാബിന്റെയും നോമ്പിന്റെ ഇടയിലുള്ള ഫർക്ക് തന്നെ ഈ അത്താഴം കഴിക്കലാണ്. അപ്പൊ അത്താഴം നമ്മൾ ഒഴിവാക്കരുത്. അത് ഒരു കാരക്കയും കുറച്ച് വെള്ളമാണെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് അത്താഴ സമയത്ത് കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. രണ്ടാമതായി, ഈ അത്താഴം കഴിക്കല് സുബഹിയോട് അടുപ്പിച്ച് കഴിക്കലാ നല്ലത്. സുബഹി ബാങ്ക് കൊടുക്കാൻ ഒരു 50 ആയത്തോതാനുള്ള സമയം കൂടി ബാക്കിയുള്ള സമയത്ത്. ചില ആളുകൾക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ നീച്ച് അത്താഴം കഴിക്കുക. അതല്ല, സുബഹിയോട് അടുത്ത സമയത്ത് ഒരു 50 ആയത്തോതാൻ കൂടി ബാക്കിയുള്ള നേരത്തെ അത്താഴം കഴിക്കലാണ് സുന്നത്ത്. അതുപോലെ വലിയ അശുദ്ധിയോ മറ്റോ ഉണ്ടായാൽ ആ കുളി സുബഹിന്റെ മുമ്പ് തന്നെ കുളിച്ച് ശുദ്ധിയാകുക. മറ്റൊരു സുന്നത്ത്, അത്താഴ സമയത്ത് തന്നെ സുഗന്ധം പൂശ. കാരണം റമദാനിൽ സുബഹിന്റെ ശേഷം പിന്നെ അത്തർ ഉപയോഗിക്കലൊക്കെ കറാഹത്ത. അതിന് മുമ്പായി അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുമാണ്. ഇതേപോലെ റമദാനിന്റെ പകലിൽ സുഗന്ധം ഉപയോഗിക്കുന്നതും കണ്ണിന് സുർമയിടുന്നതും ഒഴിവാക്കുക. പകലിൽ അത് പാടില്ല, ഒഴിവാക്കുക. പിന്നെ നമ്മളെ മനസ്സ് എന്തെല്ലാം ദേഹിച്ചകൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ തടഞ്ഞു നിർത്തണം. ഇപ്പൊ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ ഗെയിം കളിക്കുക, മറ്റെന്തെങ്കിലും തമാശ കളിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ കഥ ബുക്കുകൾ വായിക്കുക. കുട്ടികളൊക്കെ ഉണ്ടാവും നോമ്പെടുത്തിട്ട് പിന്നെ നേരം പോകാൻ വേണ്ടി കഥ ബുക്ക് വായിക്കുക, ഗെയിം കളിക്കുക. ഇതൊക്കെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയും. അനാവശ്യമായ വാക്കും പ്രവൃത്തിയൊക്കെ ഒഴിവാക്കണം. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, മല്ലം യദഅ ബിഖൗലി സൂരി, ആരെങ്കിലും അനാവശ്യ സംസാരം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, അതുകൊണ്ടുള്ള പ്രവർത്തനവും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹ, അവൻ ആഹാരപാനീയങ്ങളെ ഉപേക്ഷിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് യാതൊരു താല്പര്യവുമില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഒരു താല്പര്യവുമില്ല. നമ്മൾ ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തഅമഹു വശറാബ, ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുന്നതിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ ധാരാളമായി പരിശുദ്ധ ഖുർആൻ ഓതി, ഇഅ്തികാഫിന് സൗകര്യമുള്ളവർ അത് ചെയ്ത് വിശുദ്ധ റമളാനിന്റെ പവിത്രത മാനിച്ച് നമ്മൾ നോമ്പെടുക്കണം. കറാഹത്തായ നോമ്പുകാരന് കറാഹത്തായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നാണ് നമ്മൾ നോമ്പ് പൂർത്തീകരിക്കേണ്ടത്. അങ്ങനെ അവസാനം നോമ്പ് മുറിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലി നോമ്പ് മുറിക്കണം. ഏറ്റവും നല്ലത് 3 ഈത്തപ്പഴം ഉപയോഗിച്ചുകൊണ്ട് നോമ്പ് മുറിക്കലാണ്. ഈത്തപ്പഴം ഇല്ലെങ്കിൽ കാരക്ക ഉപയോഗിക്കുക. ഈത്തപ്പഴം എന്ന് പറഞ്ഞത് ഉണങ്ങാത്തതാണ്, റുത്തബ്. അതില്ലെങ്കിൽ പിന്നെ തമ്പ്ര, അത് ഉണങ്ങിയ കാരക്കയാണ്. അതില്ലെങ്കിൽ വെള്ളം. അത് 3 ഇറക്ക് അല്ലെങ്കിൽ 3 ഈത്തപ്പഴം 3 കാരക്ക. ഇങ്ങനെ നോമ്പ് തുറക്കലാണ് ഏറ്റവും ഉത്തമം. നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് പറയുക. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, നിന്റെ ആഹാരത്തിന്റെ മേൽ ഞാൻ നോമ്പ് തുറന്നു. ശേഷം വെള്ളം കൊണ്ടാണ് നോമ്പ് തുറന്നതെങ്കിൽ ദാഹം പോയി, അതുപോലെ എൻ്റെ നരമ്പുകളൊക്കെ നനഞ്ഞു. ഇതാ അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറച്ചു. ആ പ്രതീക്ഷയുള്ള പ്രാർത്ഥന കൂടി നിർവഹിച്ച് നമ്മൾ നോമ്പ് തുറക്കുന്നു. അങ്ങനെ നോമ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും പകലിന്റെ ഓരോ സെക്കൻഡുകളിലും നോമ്പ് മുറിയുന്ന ആത്മീയമായ കാര്യങ്ങളോ ഭൗതികമായ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ വളരെ ആത്മാർത്ഥതയോടുകൂടി പടച്ചവന് വേണ്ടി സഹനത്തിന്റെയും ക്ഷമയുടെയും ഒരു ഇബാദത്തായ നോമ്പ് നമ്മൾ പൂർത്തീകരിക്കുക. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, മൻ സോമ റമളാന ഈമാനം വഹ്തിസാബ, ആരെങ്കിലും വിശുദ്ധ റമളാനിൽ നല്ല വിശ്വാസത്തോടെ അതെ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ച് നോമ്പെടുത്താൽ റജഅ കയൗമ വലദത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവനതാ മടങ്ങി വരും. റമളാൻ അങ്ങ് തീരുമ്പം
നമ്മൾ ജനിച്ച പടി ശുദ്ധ മനസ്സിന്റെ ഉടമകളായി മാറും. അങ്ങനെയുള്ള ഒരു പരിശീലന കളരിയിലാണ് നമ്മൾ ഏർപ്പെട്ടത്. യഥാവിധി നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഇബാദത്തുകളിൽ അതിൻ്റെ എല്ലാ അദബും മര്യാദയും പാലിച്ച് നിർവഹിക്കാനുള്ള സൗഭാഗ്യം വർദ്ധിപ്പിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ അമലുകൾ ബാത്തിലായി പോകുന്ന എല്ലാ തിന്മകളെ തൊട്ടും ഞങ്ങളെ കണ്ണ്, കാത്, നാവ്, ചിന്ത എല്ലാ അവയവങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. യഥാർത്ഥ നോമ്പുകാരുടെ നോമ്പായി ഞങ്ങളെ നോമ്പിനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഇബാദത്തും നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ അശ്ശരീഫ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വരിഖാബ ആബാഇനാ വഉമ്മഹാത്തിനാ വരിഖാബ ജമീഇ ഉസ്റത്തിനാ വരിഖാബൽ മുസ്ലിമീൻ മിനദ് ദുയൂനി വൽ മളാലിമി വന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസു യാ ഗഫാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.